ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ PYQലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 174/2025 ജൂനിയർ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ തുടങ്ങിയ തസ്തികകളിലേക്ക് നടന്ന എക്സാമിൻ്റെയാണ്. ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയിരുന്നു. കുറേ നല്ല ചോദ്യങ്ങളുണ്ട്. നമുക്ക് 10th ലെവലിനും ഡിഗ്രി ലെവലിനും ഒക്കെ ഉപയോഗപ്പെടുന്ന കുറേ നല്ല ചോദ്യങ്ങളുണ്ട്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. നമുക്ക് ഡിസ്കഷൻ ആൻഡ് റിലേറ്റഡ് ഫാക്ട്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ ഊരൂട്ടമ്പല പ്രതിഷേധം നയിച്ചത് ആര്? മഹാത്മാ അയ്യങ്കാളി. അയ്യങ്കാളിയാണ് ഊരൂട്ടമ്പലം പ്രതിഷേധം നയിച്ചത്. ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നൊക്കെ ഇതിന് പറയും അല്ലേ. ഏത് വർഷമായിരുന്നു? 1915 ഊരൂട്ടമ്പലം സ്കൂളിൽ പുലയ കുട്ടികൾക്ക് പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് അയ്യങ്കാളി നടത്തിയ സമരമായിരുന്നു ഊരൂട്ടമ്പലം ലഹള. അയ്യങ്കാളി പഞ്ചമി എന്നൊരു പുലയ പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഏറ്റുമുട്ടലും തുടർന്ന് സ്കൂൾ കത്തിച്ചതും ഒക്കെയാണ് പ്രതിപാദ്യ വിഷയം. ഓക്കെ, ഇനി അയ്യങ്കാളി എന്താണ് പറഞ്ഞത്? ഞങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന മുദ്രാവാക്യം ഈ സമരവുമായി ബന്ധപ്പെടുത്തിയതാണ് അല്ലേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. എന്തുവാണ്? അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അയ്യങ്കാളിയെ പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജിയാണ്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിൽ ഇമ്മാനുവൽ കോട്ടയും സെൻറ്റ് തോമസ് കോട്ടയും പണികഴിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാർ. മാനുവൽ കോട്ടയും സെൻറ്റ് തോമസ് കോട്ടയും ഒക്കെ പണികഴിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാർ. ഓക്കെ, ഏത് വർഷമായിരുന്നു? 1503 ആണ് മാനുവൽ കോട്ട പണികഴിപ്പിച്ചത്. വൈപ്പിൻ ദ്വീപിൻ്റെ വടക്ക് പള്ളിപ്പുറത്തായിരുന്നു മാനുവൽ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് പറയും? മാനുവൽ കോട്ടയെ ആയിക്കോട്ടയെന്നും അഴീക്കോട്ടയെന്നും പള്ളിപ്പുറം കോട്ടയൊക്കെ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി 1503 തന്നെ പോർച്ചുഗീസുകാർ അൽബുക്കർക്കിൻ്റെ നേതൃത്വത്തിൽ പണിതതാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു പോർച്ചുഗീസ് നിർമ്മിത പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ഈ ഇമ്മാനുവൽ കോട്ടയും. ഓക്കെ, ഇമ്മാനുവൽ രാജാവിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ് ഇമ്മാനുവൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഡാഷ് കാലത്ത് ദേശീയ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു മരിയാന. ഫ്രഞ്ച് വിപ്ലവകാലത്താണ്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവകാലത്ത് ദേശീയ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു മരിയാന ഫ്രാൻസിലെ ദേശീയ സ്ത്രീ പ്രതീകമാണ്. ഓക്കെ, 1789 ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഉയർന്നു വന്നതാണ്. എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം? ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഓക്കെ, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇപ്പം മരിയാന എന്ന് പറയുന്നത് എന്താണ്? ഫ്രഞ്ച് വിപ്ലവകാലത്ത് ദേശീയ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായിരുന്നു മരിയാന. അടുത്ത ചോദ്യം, 1936 ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ആരംഭിച്ചത് ആരാണ്? BR അംബേദ്കർ ആണ് അല്ലേ. BR അംബേദ്കറാണ് 1936 ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ആരംഭിച്ചത്. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? തൊഴിലാളികൾക്കും കർഷകർക്കും പീഡിതവർഗങ്ങൾക്കും വേണ്ടിയിട്ട് അംബേദ്കർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചതായിരുന്നു ഈ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി എന്ന് പറയുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ജാതി വിവേചനം ഇല്ലാതാക്കുക, സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കുക മുതലായ ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ് അംബേദ്കർ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി 1936 ആരംഭിച്ചത്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. രണ്ടും കറക്റ്റാണ്. എയും ആറും ശരിയാണ്. എയുടെ ശരിയായ വിശദീകരണമാണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ജാതി അനീതിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് 1873 മഹാത്മാ ജ്യോതിബ ഫൂലെ ഗുലാംഗിരി എന്ന കൃതി എഴുതി. അപ്പം ഗുലാംഗിരി ആരുടെ കൃതിയാണ്? ജ്യോതിബ ഫൂലെയുടെയാണ്. 1873 എഴുതിയത്. ജാതി അനീതിയെ വിമർശിച്ചുകൊണ്ടാണ് എഴുതിയത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ പുസ്തകം സംസ്കൃത ഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യുകയും മഹാബലി, മഹിഷ തുടങ്ങിയ ആര്യന്മാരല്ലാത്ത യോദ്ധാക്കളെ വീരന്മാരായി അവതരിപ്പിക്കുകയും ചെയ്തു. എന്താണ് ഈ പുസ്തകം? ഏത് പുസ്തകം? ഗുലാംഗിരി എന്ന് പറയുന്ന പുസ്തകം ജ്യോതിബ ഫൂലെ രചിച്ചത് 1873. ഓക്കെ, ഈ പുസ്തകം സംസ്കൃത ഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യുകയും മഹാബലി, മഹിഷ തുടങ്ങിയ ആര്യന്മാരല്ലാത്ത യോദ്ധാക്കളെ വീരന്മാരായി അവതരിപ്പിക്കുകയും ചെയ്തു.
അടുത്ത ചോദ്യം നോക്കിയേ. താഴെ പറയുന്നവയിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? പ്രശസ്ത ഒരു കലാകാരനും സിനിമാ പിന്നണി ഗായകനുമാണ്. ആരാണ്? പുഷ്പവതി പൊയ്പാടത്ത്. ആരാണ്? പുഷ്പവതി പൊയ്പാടത്ത് വൈസ് ചെയർപേഴ്സൺ ആണ്. അപ്പം ചെയർപേഴ്സൺ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി. അടുത്ത ചോദ്യം വേൾഡ് ജോഗ്രഫി എന്ന് വന്നാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം മലയാളത്തിനേക്കാൾ എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത് ഇംഗ്ലീഷ് വായിക്കുമ്പോഴാണ്. ഓക്കെ, ഈ എക്കണോമിക്സും ജോഗ്രഫിയും ഒക്കെ നമ്മൾ കൂടുതലും ഇംഗ്ലീഷ് ടേംസ്, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാംസിന് ഇംഗ്ലീഷ് ടേംസ് ഓർത്ത് വെച്ചിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. രണ്ടിലും ഞാൻ പറയാം. ഓക്കെ, അപ്പം വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി? മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 and 3 ആണ് ശരി. The trend of seismic waves denote discontinuity between boundaries of lower crust and upper mantle. This discontinuity was discovered by A. Mohorovic in the year 1909. 1909 മൊഹറോവിക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി കണ്ടെത്തിയത്. ഇനി എന്താണിത് പറയുന്നത്? ട്രെൻഡ് ഓഫ് സീസ്മിക് വേവ്സ് ഡിനോട്ട്സ്. സീസ്മിക് വേവ്സിൻ്റെ ട്രെൻഡ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ലോവർ ക്രസ്റ്റിൻ്റെയും മാൻഡിലിനെയും അപ്പർ മാൻഡിലിനെയും ഇടയ്ക്കുള്ള ആ വിഛിന്നത, ഡിസ്കണ്ടിന്യൂറ്റിയാണ് ഈ ട്രെൻഡ് ഓഫ് സീസ്മിക് വേവ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. മലയാളം കൊടുത്തിരിക്കുന്നതെന്ന് വായിക്കാം. ഭൂകമ്പ തരംഗങ്ങളുടെ പ്രവണത താഴത്തെ പുറന്തോടിനെയും മുകളിലെ മാൻഡിലിൻ്റെയും അതിരുകൾക്കിടയിലുള്ള തുടർച്ചയില്ലായ്മയെ സൂചിപ്പിക്കുന്നു, ഡിസ്കണ്ടിന്യൂറ്റിയെ സൂചിപ്പിക്കുന്നു. 1909 എ. മൊഹറോവിക്സ് ആണ് ഈ തുടർച്ചയില്ലായ്മ കണ്ടെത്തിയത്. ഓക്കെ, അടുത്ത ചോദ്യം. ഡിസ്കണ്ടിന്യൂറ്റി ഏതൊക്കെയുണ്ട്? ആദ്യത്തെ ട്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിനെ നമ്മൾ കൊനാർഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. ക്രസ്റ്റും മാൻഡിലും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, മാൻഡിലുകൾക്കിടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി വേണ്ടെങ്കിൽ റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി എന്നും, മാൻഡിലിനും കോറിനും ഇടയ്ക്കുള്ള ഡിസ്കണ്ടിന്യൂറ്റിയെ എന്തെന്ന് പറയും? ഗുഡൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്നും പറയും. ഓക്കെ, അടുത്തത്. വിച്ച് അമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ നോട്ട് കറക്റ്റ് ദാറ്റ് ലെഡ്സ് ടു യൂട്രോഫിക്കേഷൻ? യൂട്രോഫിക്കേഷനുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. 1 and 3 ആണ് ബന്ധമില്ലാത്തത്. നമുക്ക് ബന്ധമുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കാം. റൈസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് ന്യൂട്രിയൻസ് ഇൻ റിവറിൽ പുഴയിൽ ഓർഗാനിക്കായിട്ടും ഇനോർഗാനിക്കുമായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ കോൺസെൻട്രേഷൻ സാന്ദ്രത കൂടുന്നു. ഓർഗാനിക്കും ഇനോർഗാനിക്കുമായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ സാന്ദ്രത വല്ലാതെ കൂടുന്നതിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. മലയാളം നോക്കിയേ. നദിയിലെ ജൈവ അജൈവ പോഷകങ്ങളുടെ സാന്ദ്രതയിലെ വർധനവ്. നദിയിലെ ജൈവ അജൈവ പോഷകങ്ങളുടെ സാന്ദ്രതയിലെ വർധനവിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം മാച്ച് ചെയ്യാനാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചന്ദ്രപൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. ബനാസ് എവിടെയാണ്? ഗുജറാത്ത്. രാമഗുണ്ടം തെലങ്കാന. ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ചന്ദ്രപൂർ എവിടെയാണ്? ചന്ദ്രപൂർ മഹാരാഷ്ട്ര. ബനാസ് ഗുജറാത്ത്. രാമഗുണ്ടം തെലങ്കാന. ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ. ചന്ദ്രപൂർ എവിടെയാണ്? മഹാരാഷ്ട്രയും ബനാസ് ഗുജറാത്തും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഹുമയൂൺ ഹിമാലയത്തിൻ്റെ സ്ഥാനം കൃത്യമായി വിവരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി 2 മാത്രം. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ളതാണ് ഹുമയൂൺ ഹിമാലയം. ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കിയാലോ. സിന്ധു സത്ലജ് നദികൾക്കിടയിൽ എന്താണ്? പഞ്ചാബ് ഹിമാലയം. സത്ലജിനും കാളിക്കും ഇടയിൽ ഹുമയൂൺ ഹിമാലയം. കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിൽ നേപ്പാൾ ഹിമാലയം, സിക്കിം ഭാഗത്ത് വരുന്ന നേപ്പാൾ ഹിമാലയം. ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിൽ ആസാം ഹിമാലയം അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയം എന്ന് പറയും അല്ലേ. അടുത്തത്. തൃശ്ശൂരിലെ മണ്ണുത്തിയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏത് വിള ഗവേഷണമാണ് നടത്തുന്നത്? അരി, നെല്ലിൻ്റെയാണ് അല്ലേ, അരി. ഓക്കെ, 2025 ജാനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ നടന്ന 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. ഓക്കെ, എന്തായിരുന്നു തീം എന്തായിരുന്നു? ഗ്രീൻ ഗെയിംസ് എന്നായിരുന്നു തീം. ഉത്തരാഖണ്ഡായിരുന്നു ആതിഥേയത്വം വഹിച്ചത്. ആർക്കായിരുന്നു 1ാം സ്ഥാനം? സർവീസസിനായിരുന്നു 1ാം സ്ഥാനം. സെക്കൻഡ് മഹാരാഷ്ട്രയ്ക്കും തേർഡ് ഹരിയാനയ്ക്കുമായിരുന്നു. കേരളത്തിന് എത്രാം സ്ഥാനമായിരുന്നു? 14ാം സ്ഥാനമായിരുന്നു. യോഗ, മല്ലക്കമ്പ് പോലുള്ള ഈ സ്പോർട്സ് ഇവൻറ്റ്സും നടത്തിയിരുന്നു. ഓക്കെ,
32ഓളം ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു, ഗെയിംസ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം, ശ്രീമതി ബാർബറ വൂട്ടൻ്റെ അഭിപ്രായത്തിൽ ചില പൊതു അധികാരികൾ സാമ്പത്തിക മുൻഗണനകൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നത് താഴെ പറയുന്നവയിൽ എന്തിനെയാണ് ബാധകമാക്കുന്നത്? സാമ്പത്തിക ആസൂത്രണം. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കാം. According to Mr. Barbara Wooten, the conscious and deliberate choice of economic priorities by some public authority is applicable to which of the following? The conscious and deliberate choice of economic priorities in the deliberate choice by some public authority is applicable to which of the following? ഏതാണ്? economic planning. ഒന്നുകൂടെ മലയാളം വായിച്ചു നോക്കിയേ. ശ്രീമതി ബാർബറ വൂട്ടൻ്റെ അഭിപ്രായത്തിൽ ചില പൊതു അധികാരികൾ സാമ്പത്തിക മുൻഗണനകൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നത് എന്തിനെയാണ്? സാമ്പത്തിക ആസൂത്രണം. ഓക്കെ, സാമ്പത്തിക ആസൂത്രണത്തെയാണ് ബാധിക്കുന്നത്. ചോദ്യം 14, 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? എന്താണ്? LPG അല്ലേ? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അടുത്ത ചോദ്യം, ഹു സജസ്റ്റഡ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഷുഡ് ബി ബേസ്ഡ് ഇൻ C2, പ്രൊപ്പോസിംഗ് ദ C2 + 50% ഫോർമുല ഫോർ സെറ്റിംഗ് MSP ഓഫ് അഗ്രികൾച്ചറൽ ക്രോപ്സ്. ഏത് കമ്മീഷനാണ് ഇത് സപ്പോർട്ട് പ്രസൻറ്റ് ചെയ്തതെന്ന്? MSP എന്താണ്? താങ്ങുവിലയുമായി ബന്ധപ്പെട്ടതാണ് അഗ്രികൾച്ചറൽ ക്രോപ്സിൻ്റെ. ആരാണ്? സ്വാമിനാഥൻ കമ്മീഷൻ. മലയാളം നോക്കിയേ. കാർഷിക വിളകളുടെ MSP നിശ്ചയിക്കുന്നതിനുള്ള C2 + 50% ഫോർമുല നിർദ്ദേശിച്ചുകൊണ്ട് ഉൽപ്പാദന ചെലവ് C2 അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത്? സ്വാമിനാഥൻ കമ്മീഷനാണ്. കാർഷിക വിളകളുടെ MSP നിശ്ചയിക്കുന്നതിനുള്ള C2 + 50% ഫോർമുല നിർദ്ദേശിച്ചുകൊണ്ട് ഉൽപ്പാദന ചെലവ് C2 അടിസ്ഥാനമുള്ളതാക്കിയിരിക്കണമെന്ന് ആരാണ് നിർദ്ദേശിച്ചത്? സ്വാമിനാഥൻ കമ്മീഷനാണ്. സ്വാമിനാഥൻ കമ്മീഷൻ. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദി ഫോളോയിങ് പ്രോജക്ട്സ് ലെഡ് ടു ദ സക്സസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ? ഇത് റിപ്പീറ്റായിട്ട് ഇപ്പം 1-2 വട്ടം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ഗ്രീൻ റവല്യൂഷനുമായിട്ട് സക്സസുമായി ബന്ധപ്പെട്ടുള്ള ഏത് പ്രോജക്റ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? ഏത് പ്രോജക്റ്റാണ് ഗ്രീൻ റവല്യൂഷൻ്റെ സക്സസുമായി ബന്ധപ്പെട്ട് വരുന്നതെന്ന്? ഓപ്ഷൻ C ആണ് ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം ആൻഡ് ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് പ്രോഗ്രാം. ഏതൊക്കെയാണ്? ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ജില്ലാതലത്തിലുള്ളത്, ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം മേഖലാ തലത്തിലുള്ളത്, ഹൈ ഈൽഡ് വെറൈറ്റീസ് പ്രോഗ്രാം ഉയർന്ന വിത്തുകൾ അല്ലേ, ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് പ്രോഗ്രാം. ഓക്കെ, നോക്കിയേ, മലയാളം നോക്കിയേ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്? തീവ്ര കാർഷിക ജില്ലാ പരിപാടി, തീവ്ര കാർഷിക മേഖലാ പരിപാടി, ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യ പരിപാടി. ഒന്നും കൂടെ നോക്കിക്കോ. തീവ്ര കാർഷിക ജില്ലാ പരിപാടി, തീവ്ര കാർഷിക മേഖലാ പരിപാടി, ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യ പരിപാടി. ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം, ഹൈ ഈൽഡ് വെറൈറ്റീസ് പ്രോഗ്രാം. ഓക്കെ, അടുത്ത ചോദ്യം, എമംഗ് ദി ഫോളോയിങ് വിച്ച് ഇസ് ഡയറക്റ്റ് ടാക്സ്? ഏതാണ്? കോർപ്പറേറ്റ് ടാക്സ് ആണ് ഇതിൽ തന്നിരിക്കുന്നതിൽ ഡയറക്റ്റ് ടാക്സ്, ബാക്കിയെല്ലാം ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റം ഡ്യൂട്ടിയും GST എല്ലാം പരോക്ഷ നികുതികളാണ്. പ്രത്യക്ഷ നികുതിയതേ ഉള്ളൂ കോർപ്പറേറ്റ് ടാക്സ്. ഇനി വാട്ട് ആർ ദ പ്രസൻറ്റ് GST റേറ്റ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ? ഇത് പഴയ സ്ട്രക്ചറാണ് 0, 5, 12, 18, 28 എന്നുള്ളത്. 2025 സെപ്റ്റംബറിൽ കൂടിയ GST യോഗ തീരുമാനപ്രകാരം 5%, 18%, 40%ആണ് GST റേറ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, 5%, 18%, 40%. അപ്പം ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ ഏതാണ് ഉള്ളത് അതിനനുസരിച്ച് എഴുതുക. പഴയതാണെങ്കിൽ 0, 5, 12, 18, 28, 0, 5%, 12%, 18%, 28% ആണ് പഴയ റേറ്റ്, പഴയ സ്ലാബ്. പുതിയ സ്ലാബ് അനുസരിച്ചാണെങ്കിൽ 0, 5%, 18%, 40%. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അക്കോർഡിംഗ് ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919? 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ശരിയായത് ഏതാണെന്നാണ്? ഏതൊക്കെയാണ്? എല്ലാം ശരിയാണ്. ബൈക്യാമറലിസം അറ്റ് ദ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, വുമൻസ് ആർ ഗിവൻ റൈറ്റ് ടു വോട്ട്, സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തു. സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നു. ബൈക്യാമറലിസം, കേന്ദ്രത്തിൽ ബൈക്യാമറലിസം വന്നു. എന്താണ് ബൈക്യാമറലിസം? അപ്പർ ഹൗസും ലോവർ ഹൗസും, അതായത് രാജ്യസഭയെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിനെ അപ്പർ ഹൗസ് എന്നും കൗൺസിൽ ഓഫ് ഹൗസിനെ ലോവർ ഹൗസ് എന്നും പറയുന്നത്. ബൈക്യാമറലിസം വന്നു. അതേ കണക്ക് തന്നെ പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവന്നായിരുന്നു. റിസർവ്ഡ് കാറ്റഗറിയും ട്രാൻസ്ഫേർഡ് കാറ്റഗറിയുമായിട്ട് പ്രവിശ്യകളിൽ ദ്വിഭരണം ഡയാർക്കി കൊണ്ടുവന്നതും 1919 ആക്ടിലാണ്. ഓക്കെ,
റിസർവ്ഡ് സബ്ജക്ട്സ്, പോലീസ്, നികുതി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗവർണറുടെ നിയന്ത്രണത്തിലും, ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ്, വിദ്യാഭ്യാസം, ആരോഗ്യം പോലുള്ളത് ഇന്ത്യൻ പ്രൊവിൻസിലെ റൂളേഴ്സിൻ്റെ, മന്ത്രിമാരുടെ കീഴിലുമായിരുന്നു. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, 1976 42 ഭരണഘടനാ ഭേദഗതി ആക്ടിൻ്റെ ആമുഖത്തിൽ ചേർത്ത വാക്കുകൾ ഏതാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രൽ അല്ലേ? സോഷ്യലിസ്റ്റ്, ഐക്യവും സമഗ്രതയും, മതേതരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ചോദ്യം 21, ഗവർണർക്ക് താഴെ പറയുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഏതെല്ലാമാണ്? മുകളിൽ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളുമുണ്ട്. എല്ലാം നമുക്ക് വായിച്ചു നോക്കാം. ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക, സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ശുപാർശ ചെയ്യുക, ശുപാർശയാണ്, ഓക്കെ, ശുപാർശ ചെയ്യുക, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കുക, ഒരു മന്ത്രി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും മന്ത്രിസഭ അത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയോട് അത് കൗൺസിലിന് സമർപ്പിക്കാൻ ആവശ്യപ്പെടാം. ഒരു മന്ത്രി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും മന്ത്രിസഭ അത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയോട് അത് കൗൺസിലിന് സമർപ്പിക്കാൻ ആവശ്യപ്പെടാം. ഇത് കറണ്ട് അഫെയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഫാക്ട്സ് ഒക്കെ ഉണ്ട് ഈ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം എക്സാം ടൈം അടുപ്പിച്ച് അതൊന്ന് റെഫർ ചെയ്തിട്ട് പോവുക. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ എന്നതിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 3ഉം 4ഉമാണ് ശരി. ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള ആളായിരിക്കണം അഡ്വക്കേറ്റ് ജനറൽ. ഗവർണറുടെ ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറൽ പദവി വഹിക്കും. അടുത്ത ചോദ്യം നോക്കിയേ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 330, 332 പറയുന്നത് എന്താണ്? ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംഭരണവും വിധാൻസഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള രാഷ്ട്രീയ സംഭരണവും. ലോക്സഭയിലും രാജ്യസഭയിലും ഉള്ള സംഭരണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംഭരണം. അടുത്ത ചോദ്യം നോക്കിയേ. മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിംഗ്, TPLF. എന്താണ് TPLF? തേർഡ് പാർട്ടി ലിറ്റിഗേഷൻ ഫണ്ടിംഗ്. ഓക്കെ, TPLF, തേർഡ് പാർട്ടി ലിറ്റിഗേഷൻ ഫണ്ടിംഗ്. അപ്പം മൂന്നാം പാർട്ടി വ്യവഹാര ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയെന്ന് വിലയിരുത്തുക. ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉം മാത്രമാണ്. പൊതുതാൽപര്യ വ്യവഹാരങ്ങൾക്ക് TPLF സഹായിക്കുന്നു. പൊതുതാൽപര്യ വ്യവഹാരങ്ങൾക്ക്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അതാണ് പൊതുതാൽപര്യ വ്യവഹാരങ്ങൾക്ക് TPLF സഹായിക്കുന്നു. ഇനി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വെർസസ് AK ബാലാജി എന്ന വിധിന്യായത്തിൽ സുപ്രീം കോടതി TPLFന് പച്ചക്കൊടി കാണിച്ചു. എന്താണ്? ഗ്രീൻ സിഗ്നലിൻ്റെ ട്രാൻസ്ലേഷൻ അതേപോലെ കൊടുത്തിരിക്കുകയാണ്. പച്ചക്കൊടിന്ന് എന്താണ്? അംഗീകരിച്ചു എന്നുള്ളതാണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വെർസസ് AK ബാലാജി എന്ന വിധിന്യായത്തിൽ സുപ്രീം കോടതി TPLFന് അംഗീകാരം കൊടുത്തു. അടുത്ത ചോദ്യം നോക്കിയേ. ആർട്ടിക്കിൾ 32 പരാമർശിച്ചിരിക്കുന്ന കാരണങ്ങളല്ലാതെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന പാർലമെൻറ്റിനെ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ്? എന്താണ് ചോദ്യം? ഒന്നും കൂടെ നോക്കിയേ. ആർട്ടിക്കിൾ 32 റിട്ട്. അപ്പം ആർട്ടിക്കിൾ 32 പരാമർശിക്കുന്ന കാരണങ്ങളല്ലാതെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകാൻ. അപ്പം ആ 32 പറഞ്ഞാക്കുന്ന കാര്യങ്ങളല്ലാത്തുള്ള ചില കാര്യങ്ങളിൽ അധികാരം നൽകുന്നു സുപ്രീം കോടതിക്ക്. ആര്? പാർലമെൻറ്റിനെ അല്ല, സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകാൻ പാർലമെൻറ്റിനെ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 139 ആണ്. 139. ഓക്കെ, 32 പരാമർശിക്കുന്ന കാര്യങ്ങളല്ലാതെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകാൻ പാർലമെൻറ്റിനെ അനുവദിക്കുന്ന, പാർലമെൻറ്റിന് അധികാരം കൊടുക്കാം സുപ്രീം കോടതിക്ക്. ആ പറഞ്ഞാക്കുന്ന കാര്യങ്ങളല്ലാതെ 139 പറഞ്ഞാക്കുന്ന കാര്യങ്ങളും, അതായത് മൗലിക അവകാശങ്ങൾക്ക് പുറമേ 139 പറഞ്ഞാക്കുന്ന കാര്യങ്ങൾക്കും റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് പാർലമെൻറ്റിന് അനുവാദം കൊടുക്കാം. അതാണ് ആർട്ടിക്കിൾ 139. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ സാങ്കേതിക വിഭാഗമല്ലാത്തത്? 2ഉം 4ഉമാണ്. സംയോജിത ധനകാര്യ വിഭാഗവും പൊതുധനകാര്യ നയ വിശകലന വിഭാഗവും എന്തിൽ വരത്തില്ല? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ സാങ്കേതിക വിഭാഗമല്ല. അപ്പം വിഭാഗത്തിൽ പെടുന്നത് ഏതൊക്കെയാണ്? വ്യവസായ അടിസ്ഥാന സൗകര്യ വിഭാഗവും സാമൂഹിക സേവന വിഭാഗവും. അത് രണ്ടുമാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ സാങ്കേതിക വിഭാഗത്തിൽ പെടുന്നത്. വ്യവസായ അടിസ്ഥാന സൗകര്യ വിഭാഗം, സാമൂഹിക സേവന വിഭാഗം. ഇംഗ്ലീഷ് ഒന്ന് നോക്കിയാലോ. ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് ഡിവിഷനും പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി അനാലിസിസ് ഡിവിഷനും. ഇൻ്റഗ്രേറ്റഡ് ഫിനാൻസ് ഡിവിഷനും ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷനും സോഷ്യൽ സർവീസസ് ഡിവിഷനും. ഇത് രണ്ടുമാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ടെക്നിക്കൽ ഡിവിഷനിൽ വരുന്നത്. ഏതാണ്? ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷനും സോഷ്യൽ സർവീസസ് ഡിവിഷനും. ഓക്കെ, മറ്റേത് രണ്ടും വരത്തില്ല. അടുത്ത ചോദ്യം നോക്കിയേ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക.
1, 2, 3 തെറ്റാണ്, 4 മാത്രമേ ഉള്ളൂ ശരി. ഒരു അന്വേഷണ സമയത്ത് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. ഇനി ബാക്കിയെല്ലാം തെറ്റിയത് എന്തുകൊണ്ടാണ്? 2006 ഗസറ്റ് വിജ്ഞാപനം, 2005 ഡിസംബർ 19 വിജ്ഞാപനത്തിലൂടെയാണ് വിവരാവകാശ കമ്മീഷൻ സെക്ഷൻ 15(1) പ്രകാരം സ്ഥാപിതമായത്. എന്നാണ് ഡിസംബർ 19, 2005 സ്ഥാപിതമായത്. ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും 5 സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരാണ് ഉൾപ്പെടുന്നത്. 5 പേരുണ്ട്, 4 അല്ല, 5 പേര് ഉൾപ്പെടുന്നുണ്ട്. ഇനി കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ 65 വയസ്സ് വരെയോ ആണ്. 3 വർഷം. ഓക്കെ. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത്? എറണാകുളമാണ്. എറണാകുളം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? കൊല്ലമാണ്. കൊല്ലത്തെ കുളത്തൂപ്പുഴ. ഓക്കെ. ഇന്ത്യയിൽ ദേശീയമായി പ്രഖ്യാപിച്ച ദുരന്തമല്ലാത്തത് ഏതാണ്? ഉഷ്ണതരംഗം അല്ലെങ്കിൽ സൂര്യാഘാതം ദേശീയ ദുരന്തമല്ല. അപ്പം ദേശീയ ദുരന്തത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? കീടാക്രമണം, മേഘവിസ്ഫോടനം, ശീതതരംഗം അല്ലെങ്കിൽ മഞ്ഞ്. ഇത് 3ഉം ദേശീയ ദുരന്തങ്ങളാണ്. അടുത്ത നോക്കിയേ. ആയുഷ്മാൻ ഭയവന്ദന കാർഡുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഓപ്ഷൻ ബി ആണ് തെറ്റ്. അവിടെ ഇൻകം 5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള എന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെ ഇൻകമിൻ്റെ കാര്യമൊന്നും പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പം 70 വയസ്സിലോ അതിൽ കൂടുതലുള്ള പ്രായമുള്ള എല്ലാ ആളുകൾക്കും ഈ പദ്ധതിയിൽ ചേരാം. ഈ പദ്ധതി PMJAYയുടെ കീഴിൽ വരുന്നു. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJAY. ഇനി 5 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഒരേ വീട്ടിലെ എല്ലാ പ്രായമായ വ്യക്തികൾക്കും പരിരക്ഷ പങ്കിടാം. ഓക്കെ. ഇനി കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ഏത് വർഷമാണ് നടപ്പിലാക്കിയത്? 1960. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രാമവികസന കമ്മീഷണറേറ്റിൻ്റെ കീഴിൽ വരാത്തത്? തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഗ്രാമവികസന കമ്മീഷണറേറ്റിൻ്റെ കീഴിൽ വരാത്തത്. അപ്പം വരുന്നത് ഏതൊക്കെയാണ്? MGNREGA സംസ്ഥാന സെൽ, നീർത്തട വികസന പദ്ധതി, കേരള സംസ്ഥാന ഗ്രാമീണ റോഡ് വികസന ഏജൻസി. ഇത് 3ഉം വരും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഗ്രാമവികസന കമ്മീഷണറേറ്റിൻ്റെ കീഴിൽ വരില്ല. ഓക്കെ. അടുത്ത ചോദ്യം. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം. മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം. മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം. അടുത്ത ചോദ്യം നോക്കിയേ. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. മാച്ച് ദ ഫോളോയിങ് ആണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ എന്നാണ്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ 2010. ഇനി ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നാണ് വന്നത്? 1988. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2005. സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ 1992. ദേശീയ ഹരിത ട്രൈബ്യൂണൽ 2010. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 1988. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2005. സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ 1992. 2024 വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അശോകൻ ചരുവിലിനാണ്. 2025 ആണെങ്കിൽ ഇ സന്തോഷ് കുമാറിന് തപോമിയുടെ അച്ഛൻ. ഓക്കെ. 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി എവിടെയാണ് നടന്നത്? ബാക്കു അസർബൈജാനിലാണ് വേൾഡ് ക്ലൈമറ്റ് സമ്മിറ്റ് നടന്നത്. ബാക്കു, അസർബൈജാൻ. 37 മനുഷ്യകോശങ്ങളിലെ ഗോൾഗി വസ്തുക്കളുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങും. എന്താണ് ഗോൾഗി ബോഡീസിൻ്റെ പ്രാഥമിക പ്രവർത്തനം? പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങുമാണ്. ഓക്കെ. പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനും പ്രോട്ടീൻ പാക്കേജിങ്ങും. അടുത്ത ചോദ്യം നോക്കിയേ. വിറ്റാമിൻ B1 അഥവാ തൈമിൻ കുറവുള്ള ഒരു രോഗി താഴെ പറയുന്നവയിൽ എന്ത് പ്രകടിപ്പിക്കുന്നു? മുകളിൽ പറയുന്നവയെല്ലാം പ്രകടിപ്പിക്കുന്നു. എന്താണ്? ബെറിബെറി, വെർണിക്ക കോർസോക്കോഫ് സിൻഡ്രോം, പെരിഫറൽ ന്യൂറോപ്പതി. എന്തൊക്കെയാണ്? ബെറിബെറി ഉണ്ടാകും, വെർണിക്ക കോർസോക്കോഫ് സിൻഡ്രോം ഉണ്ടാകും, പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാകും. അടുത്ത ചോദ്യം നോക്കിയേ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഏത് ജനസിൽ പെടുന്നു? ലെൻഡി വൈറസ് ആണ്. ലെൻഡി വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്താണ്? ലെൻഡി വൈറസ് ആണ്. HIV വൈറസ് ആണ് അല്ലേ? HIV വൈറസ് അപ്പോൾ എന്തിൽ പെടുന്നു? ലെൻഡി വൈറസ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി COPD തടയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള താഴെ പറയുന്ന പൊതുജനാരോഗ്യ പരിപാടികൾ ഏതാണ് കേരളം ആരംഭിച്ചത്? ശ്വാസ്.
അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ന്യൂറോ ജനറേറ്റീവ് രോഗം അല്ലാത്തത്? അഡിസൺസ് രോഗമാണ് ന്യൂറോ ജനറേറ്റീവ് രോഗം അല്ലാത്തത്. അപ്പം ന്യൂറോ ഡിസീസായിട്ട് വരുന്ന എന്തൊക്കെയാണ്? അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, ഹണ്ടിങ്ടൺ ഡിസീസ്. ഇത് മൂന്നും ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളാണ്. ഏതൊക്കെ? അൽഷിമേഴ്സ് രോഗം, പാർക്കിൻസൺസ് രോഗം, ഹണ്ടിങ്ടൺ രോഗം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണമുള്ള ജില്ലകൾ ഏതാണ്? കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികിരണം ഉള്ള ജില്ല, റേഡിയേഷൻസ്. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്ന് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? നെഗ്ലേരിയ ഫൗലേരി ആണ് അല്ലേ? നെഗ്ലേരിയ ഫൗലേരി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗം ആരാണ്? നെഗ്ലിയോ ഫൗലേരി. അടുത്ത ചോദ്യം നോക്കിയേ, 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. മൈ ഹെൽത്ത് മൈ റൈറ്റ്. അടുത്ത ചോദ്യം, ഭൂമിയെ ചുറ്റി വൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ പരിഗണിക്കുക. ഉപഗ്രഹത്തിൻ്റെ ചലനത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഭൂമിയെ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ പരിഗണിക്കുക. ഉപഗ്രഹത്തിൻ്റെ ചലനത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഏതാ ശരി? ഓപ്ഷൻ ബി, വേഗത സ്ഥിരമാണ് പക്ഷേ ത്വരണം വേരിയബിളാണ്. അടുത്ത ചോദ്യം, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി, തീവ്രത സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിൻ്റെ ആവൃത്തിയിലെ വർധനവ് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജത്തിലെ വർധനവിന് കാരണമാകും. ആവൃത്തി സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിലെ തീവ്രതയിലെ വർധനവ് കൂടുതൽ ഫോട്ടോ ഇലക്ട്രോണുകളുടെ പുറന്തള്ളലിന് കാരണമാകും. നോക്കിയേ, തീവ്രത സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിൻ്റെ ആവൃത്തിയിലെ വർധനവ് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജത്തിലെ വർധനവിന് കാരണമാകും. ആവൃത്തി സ്ഥിരമായിരിക്കുമ്പോൾ വികിരണത്തിൻ്റെ തീവ്രതയിലെ വർധനവ് ഫോട്ടോ ഇലക്ട്രോണുകളുടെ പുറന്തള്ളലിന് കാരണമാകും. ഓക്കെ, മനസ്സിലാവാത്തവർ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കേട്ട് നോക്കുക. അടുത്ത ചോദ്യം, ഒരു ടാപ്പിൻ്റെ അറ്റത്ത് സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം ഗോളാകൃതി പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രതലബലം കാരണമാണ് അല്ലേ? സർഫസ് ടെൻഷൻ കാരണം. അടുത്ത ചോദ്യം, 2025 ജനുവരി 16 ഡേറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 2025 ജനുവരി 16 ബഹിരാകാശത്ത് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഓക്കെ, ഡാഷ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISROയുടെ 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ, അതായത് ചേസറിനെയും ടാർജറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. അപ്പോൾ ഏത് പ്രോജക്റ്റ് ആയിരുന്നു അത്? സ്പേഡെക്സ് ദൗത്യമായിരുന്നു അല്ലേ? സ്പേഡെക്സ് ദൗത്യം. സ്പേഡെക്സിൻ്റെ പേടകങ്ങളായിരുന്നു ചേസറും ടാർജറ്റും. ഇന്ത്യക്ക് മുമ്പ് ആരൊക്കെയായിരുന്നു 3 രാജ്യങ്ങൾ? US-ഉം റഷ്യയും ചൈനയുമായിരുന്നു ഇന്ത്യക്ക് മുന്നേ ഇത് പരീക്ഷിച്ച 3 രാജ്യങ്ങൾ. US, റഷ്യ, ചൈന. ഇത് വിക്ഷേപിക്കുമ്പോൾ സോമനാഥ് ആയിരുന്നു ചെയർമാൻ. ഡോക്കിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആരായി ചെയർമാൻ? വി നാരായണനായി അല്ലേ? വി നാരായണൻ ISRO ചെയർമാൻ. ശരി. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? N2 തന്മാത്രയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. N2 തന്മാത്രയ്ക്ക് O2 തന്മാത്രയേക്കാൾ ചെറിയ ബോണ്ട് ലെങ്ത് ഉണ്ട്. നൈട്രജൻ തന്മാത്രയും ഓക്സിജൻ തന്മാത്രയുടെ കാര്യം പറയുവാണ്. നൈട്രജൻ തന്മാത്രയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. നൈട്രജൻ തന്മാത്രയ്ക്ക് ഓക്സിജൻ തന്മാത്രയേക്കാൾ ചെറിയ ബോണ്ട് ലെങ്ത് ഉണ്ട്. അടുത്ത ചോദ്യം നോക്കിയേ, അയോണിക് ആരങ്ങൾ വർദ്ധിക്കുന്ന ക്രമത്തിൽ അയോണിക് റേഡിയസ് അയോണുകൾ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി ആണ് Mg2+, Na+, F-, O2-, N3-. ഓക്കെ, അടുത്ത ചോദ്യം, ആമാശയം സ്രവിപ്പിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ ഡി, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ചന്ദ്രയാൻ 3 പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? സൾഫറിൻ്റെ ആണ് അല്ലേ? സൾഫറിൻ്റെ. എന്നാണ് ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തത്? ദക്ഷിണ ധ്രുവത്തിൽ 2023 ഓഗസ്റ്റ് 23. എന്നാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14. അടുത്ത ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാരതീയ സാഹിത്യ ശില്പികൾ എന്ന ജീവചരിത്ര പരമ്പരയിൽ പുറത്തു വന്ന മലയാള സാഹിത്യ പ്രതിഭകളുടെ ജീവചരിത്രകാരന്മാരെ പരിഗണിക്കുമ്പോൾ ചുവടെ പ്രസ്താവിക്കുന്ന ജോഡികളിൽ ചേരാത്തത് ഏതാണ്? സി ആണ് ചേരാത്തത്. ചേരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ഭാരതീയ സാഹിത്യ ശില്പികൾ. ഓക്കെ, KP കേശവ മേനോൻ, വി പാറുക്കുട്ടിയമ്മ, വൈക്കം മുഹമ്മദ് ബഷീർ, MN കാരശ്ശേരി, NP മുഹമ്മദ്, KS ജയശ്രീ.
അടുത്ത ചോദ്യം, മധ്യേഷ്യയിലും മംഗോളിയയിലും കണ്ടുവരുന്ന സൂദ് എന്ന കാലാവസ്ഥാ പ്രതിഭാസത്തെ അടിസ്ഥാനപ്പെടുത്തി ചുവരെ പരാമർശിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ ഉത്തരശ്രേണി കണ്ടെത്തുക. എല്ലാം ശരിയാണേ. 1. ശക്തമായ കാറ്റ്, മഞ്ഞുവീഴ്ച എന്നിവയോടുകൂടി -30°C താഴെ വരെ തണുപ്പ് അനുഭവപ്പെടാൻ ഇട നൽകുന്ന കഠിന കാലാവസ്ഥാ പ്രതിഭാസമാണ് സൂദ്. ശക്തമായ കാറ്റ്, മഞ്ഞുവീഴ്ച എന്നിവയോടുകൂടി -30°C താഴെ വരെ തണുപ്പ് അനുഭവപ്പെടാൻ ഇട നൽകുന്ന കഠിന കാലാവസ്ഥാ പ്രതിഭാസമാണ് സൂദ്. കറുത്ത സൂദ് എന്നത് മഞ്ഞുവീഴ്ച ഇല്ലാത്ത അതിശൈത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2024 സൂദ് മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യാപത്തിനെ നേരിടാൻ വേണ്ട പദ്ധതികൾക്കായി മംഗോളിയൻ സർക്കാർ തങ്ങളുടെ ഉപപ്രധാനമന്ത്രിയെ തന്നെയാണ് രംഗത്തിറക്കിയത്. 2023-24 ശൈത്യകാലത്ത് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ മഞ്ഞുവീഴ്ചയ്ക്കാണ് മംഗോളിയ എന്ന രാജ്യം സാക്ഷ്യം വഹിച്ചത്. ഓക്കെ, അപ്പം എവിടെയായിരുന്നു സൂദ്? മധ്യേഷ്യയിലും മംഗോളിയയിലും. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പരമ്പരാഗത കലകളുടെ സവിശേഷത അല്ലാത്തത് ഏത്? എ ആണ് തെറ്റ്. ഐവർകളിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റ്. ഐവർകളി ദളിത് വിഭാഗങ്ങളുടെ ഇടയിൽ പ്രചാരമുള്ള ഒരു അനുഷ്ഠാന കലയാണ് ഐവർകളി എന്ന് പറയുന്നത്. ഓക്കെ, ഗൊപ്പിയാളം എന്ന കലാരൂപം കേരളത്തിലേക്ക് എത്തിയത് ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ്. എന്താണ് ഗൊപ്പിയാളം? ആന്ധ്രാപ്രദേശ്. ഇനി അത് വൺ വേർഡായിട്ട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഗൊപ്പിയാളം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഏതാണ്? ആന്ധ്രാപ്രദേശ്. പാലക്കാട് അവതരിപ്പിച്ച് കാണുന്ന തോൽപ്പാവക്കൂത്തിൻ്റെ ഇതിവൃത്തം പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്നത് തമിഴ് കമ്പരാമായണത്തിൽ നിന്നുമാണ്. പാലക്കാട്ട്, അപ്പം തോൽപ്പാവക്കൂത്ത് എവിടെയാണ്? പാലക്കാട്. പാലക്കാട്ട് അവതരിപ്പിച്ച് കാണുന്ന തോൽപ്പാവക്കൂത്തിൻ്റെ ഇതിവൃത്തം പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്നത് തമിഴ് കമ്പരാമായണത്തിൽ നിന്നുമാണ്. കാസർഗോഡ് കുമ്പളയിലെ പാർത്തി സുബ്ബ കവിയാണ് യക്ഷഗാനത്തെ പരിഷ്കരിച്ചത്. അപ്പം യക്ഷഗാനത്തെ പരിഷ്കരിച്ചത് ആരാണ്? കാസർഗോഡ് കുമ്പളയിലെ പാർത്തി സുബ്ബ കവി. അടുത്ത ചോദ്യം, ഏത് രാജ്യത്താണ് ഇന്ദ്രൻ എന്ന ദേവന്റെ പ്രീതിക്കായി പന്തൻ എന്ന ചെടിയുടെ തണ്ടുപയോഗിച്ച് പന്തൻ യുദ്ധം അഥവാ പെരാങ് പന്തൻ എന്ന പരമ്പരാഗത ഏറ്റുമുട്ടൽ ആചാരരീതി അരങ്ങേറിയിരുന്നത്? ഇന്തോനേഷ്യ. ഓക്കെ, അപ്പം ഇന്ദ്രൻ എന്ന ദേവന്റെ പ്രീതിക്കായിട്ട് ചെടിയുടെ തണ്ടുപയോഗിച്ച് നടത്തുന്ന ഒരു ആചാര രീതിയാണ് എന്താണ്? പന്തൻ യുദ്ധം അല്ലെങ്കിൽ പെരാങ് പന്തൻ. ഓക്കെ, പന്തൻ യുദ്ധം അല്ലെങ്കിൽ പെരാങ് പന്തൻ. പന്തൻ എന്ന ചെടിയുടെ തണ്ടുപയോഗിച്ച്. ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, റഷ്യൻ സാഹിത്യകാരനായ ദസ്തോവസ്കിയുടെ പ്രസിദ്ധ നോവലായ കുറ്റവും ശിക്ഷയും ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയവരെ പരിഗണിക്കുമ്പോൾ ശരിയായ ഉത്തരം ഏത്? 4 ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇടപ്പള്ളി കരുണാകര മേനോൻ, വേണു വി ദേശം, KP ബാലചന്ദ്രൻ, ഡോക്ടർ KP ശശിധരൻ. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ MMA മിക്സഡ് മാർഷ്യൽ ആർട്ട് കായിക താരം പൂജ തോമർ അറിയപ്പെടുന്ന വിളിപ്പേരെന്ത്? ദ സൈക്ലോൺ. അപ്പം ദ സൈക്ലോൺ എന്നറിയപ്പെടുന്നത് ആരെയാണ്? പൂജ തോമർ. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? മിക്സഡ് മാർഷ്യൽ ആർട്ട് കായിക താരമാണ് പൂജ തോമർ. ദ സൈക്ലോൺ. ചോദ്യം 59, കേരളത്തിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1ഉം 2ഉം മാത്രമാണ് ശരി. 1ഉം 2ഉമേ ഉള്ളൂ, 2ഉം ശരിയാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ നീന്തൽ ക്ലബ്ബ് എന്ന് വിശേഷണമുള്ള ഡോൾഫിൻ ക്ലബ്ബ് തിരുവനന്തപുരത്തിന് സമീപം പിരപ്പൻകോട് സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് N പരമേശ്വരൻ നായരാണ്. മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെവൻസ് ഫുട്ബോൾ മാച്ചുകൾ നടക്കുന്നത്. ഓക്കെ, 2ഉം കറക്റ്റാണ്. മലപ്പുറം ജില്ലയിൽ ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സെവൻസ് ഫുട്ബോൾ മാച്ചുകൾ നടക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ നീന്തൽ ക്ലബ്ബ് എന്ന് വിശേഷണമുള്ള ഡോൾഫിൻ ക്ലബ്ബ് തിരുവനന്തപുരത്ത് എവിടെയാണ്? തിരുവനന്തപുരത്തിന് സമീപം പിരപ്പൻകോട് സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തതാരാണ്? N പരമേശ്വരൻ നായർ. ഓക്കെ, അടുത്തത് IT ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. താഴെ പറയുന്നവയിൽ ഏത് പ്രോഗ്രാമിങ്ങിലെ ഒരു നിർദ്ദേശമല്ലാത്തത്? ഏതാണ്? ഡീബഗിങ് ഇൻസ്ട്രക്ഷനാണ് പ്രോഗ്രാമിങ്ങിലെ ഒരു നിർദ്ദേശമല്ലാത്തത്. അപ്പം പ്രോഗ്രാമിങ്ങിലെ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് വരുന്ന എന്തൊക്കെയാണ്? ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻ, ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ, നിയന്ത്രണ നിർദ്ദേശം. ഓക്കെ, ഡീബഗിങ് വരത്തില്ല. OSI മോഡലിൽ ഹബ്ബ് പ്രവർത്തിക്കുന്ന ലെയർ ഏതാണ്? ഫിസിക്കൽ ലെയറാണ്. OSI മോഡലിൽ ഹബ്ബ് പ്രവർത്തിക്കുന്ന ലെയർ ഏതാണ്? ഫിസിക്കൽ ലെയർ. വെബ് ബ്രൗസറിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? വെബ് പേജുകൾ റിട്രീവ് ചെയ്ത് പ്രദർശിപ്പിക്കുക. എന്താണ്? വെബ് ബ്രൗസറിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? വെബ് പേജുകൾ റിട്രീവ് ചെയ്ത് പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് വെബ് ബ്രൗസറിൻ്റെ പ്രധാന പ്രവർത്തനം.
അടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപകരണങ്ങൾക്കായി ലിനക്സ് അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്ത കാലത്ത് വിളംബരം ചെയ്ത കമ്പനി ഏതാണ്? ഗൂഗിളാണ് AI ഉപകരണങ്ങൾക്കായി ലിനക്സ് അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്ത കാലത്ത് വിളംബരം ചെയ്തത്. TOB ഇൻഡെക്സ് പ്രകാരം 2024 ഏറ്റവും പ്രശസ്തമായ പ്രോഗ്രാമിങ്ങിനുള്ള ഭാഷ ഏതാണ്? പൈത്തൺ ആണ്. പൈത്തൺ. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. TOB ഇൻഡെക്സ് പ്രകാരം 2024 ഏറ്റവും പ്രശസ്തമായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? പൈത്തൺ ആണ്. പൈത്തൺ. അടുത്ത ചോദ്യം, 2005 വിവരാവകാശ നിയമപ്രകാരം പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തതും ആരുടെയെങ്കിലും സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്തുന്നതുമായ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടാൻ പാടില്ല. ഒരു കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അപ്പീൽ അതോറിറ്റിയോ കൂടുതൽ പൊതുതാൽപര്യമുള്ളതിനാൽ വെളിപ്പെടുത്തലിനെ ന്യായീകരിക്കുന്നുവെന്ന് കണ്ടെത്തുന്നുവെങ്കിൽ ഈ പ്രസ്താവന ശരിയാണ്. അതായത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വിവരാവകാശ പ്രകാരം നമുക്ക് അന്വേഷിച്ചറിയാനുള്ള അധികാരമില്ല. പക്ഷേ അത് പൊതുതാൽപര്യ പ്രകാരം അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആ വിവരം പുറത്തറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തുന്നതിന് പ്രശ്നമില്ല. ആ പ്രസ്താവന കറക്റ്റാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 2021 ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ ജില്ലാ കമ്മീഷൻ, സംസ്ഥാന കമ്മീഷൻ, ദേശീയ കമ്മീഷൻ എന്നിവയുടെ അധികാരപരിധി ഏതൊക്കെയാണെന്നാണ്. എന്തൊക്കെയാണ്? എല്ലാം കറക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ജില്ലാ കമ്മീഷന് 50 ലക്ഷം രൂപ വരെ വിലയുള്ള സാധനങ്ങളോ സേവനങ്ങളോ കുറിച്ചുള്ള പരാതികൾ കൈകാര്യം ചെയ്യുന്നു. ജില്ലാ കമ്മീഷനാണെങ്കിൽ 50 ലക്ഷം വരെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യത്തുള്ളൂ. സംസ്ഥാന കമ്മീഷനാണെങ്കിൽ 50 ലക്ഷത്തിൽ കൂടുതലും 2 കോടി രൂപ വരെയുള്ള സാധനങ്ങളോ സേവനങ്ങളോ കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കുന്നു. ഇനി ദേശീയ കമ്മീഷനാണെങ്കിലോ 2 കോടിക്ക് മുകളിലുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നത് ദേശീയ കമ്മീഷനാണ്. അപ്പം ജില്ലയിലാണെങ്കിൽ 50 ലക്ഷം വരെ, സംസ്ഥാനത്തിലാണെങ്കിൽ 50 ലക്ഷം തൊട്ട് 2 കോടി വരെ. ഇനി സംസ്ഥാനത്തിലാണെങ്കിലോ ദേശീയ കമ്മീഷനാണെങ്കിലോ 2 കോടിക്ക് മുകളിലുള്ളത്. ഓക്കെ, 2016 വികലാംഗരുടെ അവകാശ നിയമപ്രകാരം വികലാംഗർ എന്നാൽ ദീർഘകാല ഡാഷ് വൈകല്യമുള്ള ഒരു വ്യക്തിയാണ് അർത്ഥമാക്കുന്നത്. തടസ്സങ്ങളുമായുള്ള ഇടപെടൽ മറ്റുള്ളവരുമായി തുല്യമായ സമൂഹത്തിൽ പൂർണ്ണവും ഫലപ്രദവുമായ പങ്കാളിത്തത്തെ തടസ്സപ്പെടുത്തുന്നു. ഏതൊക്കെ വൈകല്യമുള്ളവരെയാ വികലാംഗരെന്ന് പറയുന്നത്? ശാരീരികവും മാനസികവും ഭൗതികം അല്ലെങ്കിൽ ഇന്ദ്രിയം. ഇതിൽ ഏത് വൈകല്യമുള്ളവരെ നമുക്ക് വികലാംഗരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം? 2016 വികലാംഗ അവകാശ നിയമപ്രകാരം. ഓക്കെ, അടുത്തത് 2013 ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായി ലൈംഗിക പീഡനം തടയൽ നിരോധനം പരിഹാരം നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു ജോലിസ്ഥലത്തെ ഒരു തൊഴിലുടമ ഒരു ആന്തരിക കമ്മിറ്റി സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെടുകയോ ഈ നിയമത്തിലെയോ അതിൻ്റെ നിയമങ്ങളിലെയോ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കുകയോ ചെയ്താൽ അയാൾക്ക് 50,000 രൂപ വരെ പിഴ ചുമത്തപ്പെടാം. സ്ത്രീകൾക്ക് ജോലിസ്ഥലത്ത് ഉള്ള ലൈംഗിക പീഡനം നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം, അതായത് ലൈംഗിക പീഡനം തടയൽ നിയമപ്രകാരം ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ ആ തൊഴിലുടമ പരാജയപ്പെട്ടാൽ 50,000 രൂപ വരെ അയാൾക്ക് പിഴ ഏർപ്പെടുത്തും. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് നടപ്പിലാക്കിയത്? 323A പ്രകാരം. ഇനി വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേയുടെ 2024 തീം എന്താണെന്നാണ് ചോദിക്കുന്നത്. IP, അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, ബിൽഡിംഗ് അവർ കോമൺ ഫ്യൂച്ചർ വിത്ത് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. എന്താണ്? ബിൽഡിംഗ് അവർ കോമൺ ഫ്യൂച്ചർ വിത്ത് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പൗസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. എ പേഴ്സൺ ഹു ഹെൽപ്പ് അതേഴ്സ് എസ്പെഷ്യലി ത്രൂ ചാരിറ്റബിൾ വർക്ക് ഓർ ഡൊണേഷൻസ് ഓഫ് മണി ഈസ് കോൾഡ് ഫിലാന്ത്രോപ്പിസ്റ്റ്. ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ, ഫിലാന്ത്രോപ്പിസ്റ്റ്. ഫ്രം വിച്ച് ലാംഗ്വേജ് ഡസ് ദ വേർഡ് ഡെമോക്രസി കം? ഡെമോക്രസി ഏത് ലാംഗ്വേജിൽ നിന്നാണ് വന്നത്? ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ് ഡെമോക്രസി എന്ന പദം വന്നത്. ഇനി ടാഗാണ്. പ്ലീസ് ലെൻഡ് യുവർ ബുക്ക്. എന്താണ്? വിൽ യു. ഹാഡ് ഐ നോട്ട് സീൻ ദിസ് വിത്ത് മൈ ഓൺ ഐസ് ഐ ഡാഷ് ഇറ്റ്. ഏതാണ്? വുഡ് നോട്ട് ഹാവ് ബിലീവ്ഡ് ഇറ്റ്. ഇഫ് ക്ലോസിൻ്റെ തേർഡ് കണ്ടീഷനാണ്. ഇനി ഹസാഡസ് മീൻസ് എന്താണ്? ഡേഞ്ചറസ്. ഹസാഡസ്, ഡേഞ്ചറസ്. ദ കറക്റ്റ് ഫോം ഫോർ ടെൻഡിങ് ടു ചേഞ്ച്. എന്താണ് ടെൻഡിങ് ടു ചേഞ്ച് എന്ന് പറഞ്ഞാൽ? ചേഞ്ചബിൾ ആണ്, ചേഞ്ചബിൾ. നെയ്തർ ഫുഡ് നോർ വാട്ടർ വാസ് ടു ബി ഫൗണ്ട് ദെയർ. വാസ് ആണ് വരുന്നത്. നെയ്തർ നോറിന് ശേഷം വരുന്ന വേർഡിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ നെക്സ്റ്റ് വേർഡ് തിരഞ്ഞെടുക്കാൻ. അപ്പം നെയ്തർ നോറിന് ശേഷം വാട്ടർ അൺകൗണ്ടബിൾ നോൺ ആയതുകൊണ്ട് സിംഗുലർ ഫോമാണ് വരുന്നത്, വാസ്.
അടുത്ത ചോദ്യം, വിച്ച് ഇസ് ദി വേർഡ് ദാറ്റ് മീൻസ് ബേസ്ഡ് ഓൺ വാട്ട് സീംസ് ടു ബി സോ വിതൗട്ട് ഫർദർ ഓർ ഡീപ്പർ ഇൻവെസ്റ്റിഗേഷൻ. ബേസ്ഡ് ഓൺ വാട്ട് സീംസ് ടു ബി സോ വിതൗട്ട് ഫർദർ ഓർ ഡീപ്പർ ഇൻവെസ്റ്റിഗേഷൻ. കൂടുതൽ ഇൻവെസ്റ്റിഗേഷനിൽ പോവാതെ ആദ്യം തന്നെ മനസ്സിലായി. എന്താണ് അതിന് പറയുന്നത്? ഓപ്ഷൻ സി, പ്രൈമ ഫേസെ. പ്രൈമ ഫേസെ. ട്രാൻസ്ഫോം ദ ഗിവൺ സെൻറ്റൻസ് വിതൗട്ട് എനി ചേഞ്ച് ഓഫ് മീനിങ്. ഏത് വരും? ഓ ദാറ്റ് ഐ വെർ യു യങ് അഗെയിൻ. ഞാൻ യങ് ആയിരുന്നെങ്കിൽ എന്നുള്ളതിനുള്ള ഏത് സെൻറ്റൻസ് വരുമെന്നാണ് ചോദിക്കുന്നത് കറക്റ്റായിട്ട്. ഐ വിഷ് ദാറ്റ് ഐ വെർ യങ് അഗെയിൻ. അടുത്ത കുറച്ച് മലയാളം ചോദ്യങ്ങളാണ്. ലേഖകൻ. ലേഖകൻ ഏത് വരും? ലേഖിക. ദൃഢം എന്ന വാക്കിന് വിപരീതമായി വരുന്ന പദം ഏത്? ശിഥിലം. ദൃഢം, ശിഥിലം. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? താഴെ പ്ലസ് ഇറങ്ങിയാണ് താഴെ ഇറങ്ങി. ഭീമൻ്റെ പുത്രിയുടെ ഒറ്റപ്പദം എന്താണ്? ഭൈമി. നവം എന്ന പദത്തിന് നാനാർത്ഥമായി വരുന്ന ജോഡി ഏത്? നവം. നവത്തിൻ്റെ നാനാർത്ഥം ഏതൊക്കെ വരും? പുതിയത്, 9. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാതില്ലെന്നു വരും ഇതു നിർണയം. ആരുടെ വാക്കുകളാണ്? ആരുടെ വരികളാണിത്? കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണിത്. ഓക്കെ. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാതില്ലെന്ന് വരും ഇത് നിർണയം. കുഞ്ചൻ നമ്പ്യാർ. അടുത്തത്, മുഖം എന്ന പദത്തിന് പര്യായ പദമായി വരുന്ന പദം കണ്ടെത്തുക. ആസ്യം. ഹൃദയതാളം വിഗ്രഹിച്ചെഴുതുക. ഹൃദയത്തിൻ്റെ താളം. ഹൃദയത്തിൻ്റെ താളമാണ് ഹൃദയതാളം. അക്കാലം സന്ധി നിർണ്ണയിക്കുക. എന്താണ്? ദ്വിത്വസന്ധിയാണ്. ദ്വിത്വസന്ധി. അക്കാലം ദ്വിത്വസന്ധി. ശരിയായ പദമേത്? ഓപ്ഷൻ എ ആണ് ശരി. അനുഗ്രഹീതൻ. അനുഗ്രഹീതൻ. ഓക്കെ. അപ്പം ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്നോ രണ്ടോ വട്ടം കണ്ട് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അല്ലാതെ നമ്മുടെ ചാനലിൽ SCRT ന്യൂ SCRT ബേസ്ഡ് ക്ലാസ്സസും നൽകി വരുന്നുണ്ട്. ബേസിക് സയൻസ് ഓൾമോസ്റ്റ് 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ഓൾമോസ്റ്റ് തീരാറായി. ഞാനതിൻ്റെ പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് നോക്കുക. അവിടെ SCRT ക്ലാസ്സസിൻ്റെ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം. PYQ ക്ലാസ്സസിൻ്റെ പ്ലേലിസ്റ്റ് ഞാനിവിടെ വീഡിയോയുടെ എൻഡിലും കൊടുത്തേക്കാം. അപ്പം കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. ഓക്കെ. നിങ്ങൾക്ക് ഡിസ്കഷൻ ഇഷ്ടമാവുന്നെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഓക്കെ. അപ്പം നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യനുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ.